നമസ്കാരം. സത്യപ്രതിജ്ഞാ സമയത്ത് തന്നെ ഗവർണറുമായി ഉടക്കിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പോക്ക് സുഗമമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. തമിഴ്നാട് മോഡൽ സത്യപ്രതിജ്ഞ കേരളത്തിൽ വേണ്ടെന്നാണ് ഗവർണർ ശഠിച്ചത്. വേദിയിൽ ഗവർണറും മന്ത്രിമാരും വിശിഷ്ട അതിഥികളെല്ലാം പുറത്ത് എന്ന തീരുമാനമാണ് ഗവർണർ എടുത്തത്. ഇത് സംബന്ധിച്ച് ഗവർണറുടെ നിർദ്ദേശം സതീശനെ ആദ്യമേ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ ഒട്ടും വഴങ്ങാൻ സതീശൻ തയ്യാറായില്ല. 3 ദിവസം തർക്കം നീണ്ടിട്ടും എടുത്ത നിലപാടിൽ ഉറച്ചുനിന്ന സതീശൻ വേദിയിൽ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾക്ക് ഇരിപ്പിടം ഒരുക്കുക തന്നെ ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപാണ് വേദിയിൽ എല്ലാവർക്കും ഇരിപ്പിടം ഒരുക്കിയ കാര്യം ഗവർണർ അറിഞ്ഞത്. നടപ്പാക്കിയത് മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശന്റെ തീരുമാനമാണ്. സത്യപ്രതിജ്ഞ സമയത്ത് മന്ത്രിമാർ മറ്റുള്ളവർക്ക് അടുത്തേക്ക് നീങ്ങിയതെല്ലാം ഗവർണർക്ക് മുന്നിൽ കൂടിയായിരുന്നു. ഇതെല്ലാം ഗവർണർക്ക് അനിഷ്ടമുണ്ടാക്കിയെന്ന് ഗവർണറുടെ മുഖഭാവത്തിൽ നിന്നും വ്യക്തവുമായിരുന്നു. കീഴ്വഴക്കങ്ങൾ മാറ്റാനുള്ളത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച് സതീശന്റെ പ്രതികരണം. തമിഴ്നാട്ടിൽ വിജയ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ സ്റ്റേജിലുണ്ടായിരുന്നു. ബംഗാളിൽ പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വേദിയിലുണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറും മന്ത്രിമാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യ ദിവസം തന്നെ ഈ ഏറ്റുമുട്ടൽ മനോഭാവമായാണ് സതീശൻ നീങ്ങിയത്. മുന്നോട്ടുള്ള പോക്ക് സുഗമമാകുമോ എന്ന് കാത്തിരുന്നറിയേണ്ട കാര്യമാണ്. കേന്ദ്രത്തിൽ BJP ഭരണമാണ്. ഗവർണറാണെങ്കിൽ ഒന്നാം തരം RSSകാരനും. 1ഉം 2ഉം പിണറായി സർക്കാരുകൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഗവർണർമാരുമായുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ 1ാം പിണറായി സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുക തന്നെ ചെയ്തു. രണ്ടാമതെത്തിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ഏറ്റുമുട്ടലും ഒപ്പം സമവായവും നടപ്പിലാക്കി. കേരളത്തിൽ ഫണ്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിണറായിയുമായി ഡൽഹിയിലെത്തി ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ചയും നടത്തിച്ചു. ഇതോടെ ഗവർണറുമായി അനുനയം തന്നെയാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി പിണറായിക്ക് ബോധ്യവുമായിരുന്നു. പാർട്ടിയെ കൂടി കണക്കിലെടുക്കാതെ അദ്ദേഹം സർവകലാശാല വിഷയങ്ങളിൽ ചില സമയങ്ങളിൽ ഗവർണർക്കൊപ്പം നിൽക്കുകയും ചെയ്തു. ഇതെല്ലാം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നേരിട്ട് മനസ്സിലാക്കിയ സതീശനാണ് മുഖ്യമന്ത്രി കസേരയിൽ തുടക്കം മുതലേ ഗവർണറുമായി ഏറ്റുമുട്ടലിന്റെ വഴിയെ നീങ്ങുന്നത്. ഇതേ രീതിയിലാണ് പോക്കെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നോട്ടുള്ള പോക്ക് സുഗമമാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.